നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് ബീറ്റ കെ. കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അതൊരു വെക്ടറാണ്. ക്വസ്റ്റ്യൻ പ്രോബബ്ലി വെക്ടർ റിലേറ്റഡ് എന്തെങ്കിലും ആവാനാണ് സാധ്യത. ലെറ്റ് എ വെക്ടർ ബി സച്ച് ദാറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് π/4. എ ആൻഡ് ബിന്റെ ഇടയിലുള്ള ആംഗിൾ π/4 അഥവാ 45 ഡിഗ്രിയാണ്. മോഡ് ബി സ്ക്വയർ ഇക്വൽ ടു 6 ആണ്. എ ഡോട്ട് ബി തന്നിട്ടുണ്ട് 3√2. പക്ഷേ ഇവിടെ ആംഗിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ π/4 എന്ന് പറയുന്ന ആംഗിളിന്റെ പ്രത്യേകത രണ്ട് വെക്ടറിന്റെ അടുക്കുള്ള ആംഗിൾ π/4 ആകുമ്പോൾ എ ഡോട്ട് ബി മോഡുലസ് ഓഫ് എ ക്രോസ് ബി സെയിം ആയിരിക്കും. അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ്. എ ക്രോസ് ബി മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി സൈൻ തീറ്റയാണ്. π/4 കോസ് തീറ്റയും സൈൻ തീറ്റയും സെയിം ആണ്. കോസ് തീറ്റ 1/√2 ആണ്, സൈൻ തീറ്റയും 1/√2 ആണ്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ എടുക്കാം. അപ്പോൾ എ ക്രോസ് ബി തന്നിട്ടില്ല, എ ഡോട്ട് ബി തന്നിട്ടുള്ളൂ. പക്ഷേ ആംഗിൾ π/4 ആയതുകൊണ്ട് യു ക്യാൻ പ്രെഡിക്റ്റ് the value of modulus of a cross b that is also equal to the same 3√2. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്നാണ് ചോദ്യം. എ ക്രോസ് ബി ഈ എ ഡോട്ട് ബി തന്നെയാണെന്ന് ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ 3√2 സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 9 × 2 = 18. ഈ മോഡുലസ് ഓഫ് എ ക്രോസ് ബിന്റെ വാല്യൂ 18 ആണ്. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് പോകാൻ നമുക്ക് ആകെ വേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അത് കിട്ടണമെങ്കിൽ ഈ എന്റെ മോഡുലസ് നമുക്ക് കിട്ടിയാൽ മതി. എന്റെ മോഡുലസ് എടുക്കുമ്പോൾ √1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അതിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടും. അതായത് ആൽഫയും ബീറ്റയും സെപ്പറേറ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്ത് അവസാനം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആയി കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. ദർ ഇസ് എ ഡയറക്റ്റ് വേ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതിനുവേണ്ടി ഞാൻ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത് ലഗ്രാൻസ് ഐഡന്റിറ്റി ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള വെക്ടേഴ്സിലുള്ള ഒരു ഐഡന്റിറ്റി ആണ് ലഗ്രാൻസ് ഐഡന്റിറ്റി. എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ ആണ്. ഇത് എല്ലാ വെക്ടറും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എ ഡോട്ട് ബി എ ക്രോസ് ബി മോഡ് എ ഈ മൂന്ന് സാധനങ്ങൾ അറിയാമെങ്കിൽ മോഡ് ബി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എ ഡോട്ട് ബി എ ക്രോസ് ബി മോഡ് ബി മോഡ് ബി അറിയാമെങ്കിൽ നമുക്ക് മോഡ് എ കണ്ടുപിടിക്കാം. ഇങ്ങനെ പല പർപ്പസിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എ ഡോട്ട് ബിന്റെ വാല്യൂ ഇവിടെ 3√2 ആണ് തന്നത് ഹോൾ സ്ക്വയർ. എ ക്രോസ് ബി ആക്ച്വലി പ്രൊവൈഡഡ് അല്ല, പക്ഷെ അതിനിടയ്ക്കുള്ള ആംഗിൾ തന്നതുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എ ക്രോസ് ബിയിലേക്ക് വരാം. അപ്പോൾ അതും 3√2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. അതാണ് നമുക്ക് കിട്ടേണ്ടത്. മോഡ് ബി ഇവിടെ തന്നിട്ടുണ്ട്. മോഡ് ബി അല്ല, മോഡ് ബി സ്ക്വയർ തന്നെയാണ് തന്നത്. 6 എന്നാണ് കൊടുത്ത്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3√2 ഹോൾ സ്ക്വയർ 18. ദിസ് ഇസ് ഓൾസോ 18. 18 + 18 = 36 is equal to mod a square times 6. 6 ഡിവൈഡ് ചെയ്താൽ we will get mod a square equal to 36/6 = 6 itself. mod a square എന്ന് പറയുന്നത് 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. ഇതാണല്ലോ എ. അപ്പോൾ അതിന്റെ മോഡുലസ് √1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. mod a സ്ക്വയർ ആകുമ്പോൾ സ്ക്വയർ റൂട്ട് അങ്ങ് പോകും. That is equal to 6. അഥവാ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ we will get 5. ഇനി നമുക്ക് അവസാനം നമ്മളോട് ചോദിച്ചത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. മോഡുലസ് ഓഫ് എ ക്രോസ് ബി 3√2 ആണ്. അതിന്റെ സ്ക്വയർ 18 ആണ്. സോ 5 × 18 = 90. 90 നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഇവിടെ 90 എന്ന് കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ ലഗ്രാൻസ് ഐഡന്റിറ്റി വളരെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചിരുന്നു. അത് വെച്ച് എന്തായാലും ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4.